നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിന്റെ ഇതിഹാസ ശബ്ദം എസ് ജാനകിയുടെ വിയോഗ വാർത്ത ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. സംഗീത ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് ഗായിക എസ് ജാനകിയുടെ മരണം. പ്രണയാർദ്ര സംഗീതത്തിന്റെ സ്വരചക്രവർത്തിനിയായിരുന്നു വിഖ്യാത ഗായിക എസ് ജാനകി. ഏതു ഭാഷയിൽ പാടുമ്പോഴും ആ ഭാഷക്കാരിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു തന്മയീ ഭാവം നിറഞ്ഞു നിന്ന് ജാനകിയമ്മയുടെ സ്വരത്തിൽ. മലയാളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത നിരവധി ഗാനങ്ങൾ ആ സ്വരം നമുക്ക് സമ്മാനിച്ചു. എത്ര ഉയർന്ന സ്ഥായിലുള്ള ഗാനവും ആലപിക്കാനുള്ള വൈഭവമാണ് മറ്റു ഗായികമാരിൽ നിന്ന് ജാനകിയമ്മയെ വ്യത്യസ്തയാക്കിയത്. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മൈസൂരിലായിരുന്നു അന്ത്യം. ഇപ്പോഴിതാ എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ നേർന്ന് നിയാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ജാനകി അമ്മയുടെ മരണവാർത്ത കേട്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിവന്നത് അനുജൻ നവാസിന്റെ മുഖമാണെന്നും നിയാസ് കുറിച്ചു. മിമിക്രി കലാകാരൻ കൂടിയായ നവാസ് ജാനകി അമ്മയുടെ ശബ്ദം മനോഹരമായി അനുകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഐറ്റവും ജാനകി അമ്മയുടെ ശബ്ദം അനുകരിക്കുക എന്നതായിരുന്നു. നിയാസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മാറിമായം ഷൂട്ടിന് ഇടയിലാണ് ജാനകി അമ്മയുടെ മരണവാർത്ത അറിഞ്ഞത്. ജാനകി അമ്മയുടെ വേർപാടിന്റെ വാർത്ത കേട്ട നിമിഷം എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് എന്റെ അനുജൻ നവാസിന്റെ മുഖമാണ്. ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. തുടർന്ന് നടൻ നിയാസ് ബക്കർ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധ നേടി. നവാസിന്റെ മാസ്റ്റർ പീസ് ഐറ്റമായിരുന്നു ജാനകിയമ്മയെ അനുകരിച്ചു പാടുക എന്നത്. ഒരുപാട് ഗായകരെ അവൻ അനുകരിക്കുമായിരുന്നു. അതിലെ ഏറ്റവും കൈയ്യടി ലഭിക്കുന്നത് ജാനകിയമ്മയെ അനുകരിക്കുമ്പോഴായിരുന്നു. ജാനകിയമ്മയുടെ ഗാനങ്ങൾ അതേ ഭാവത്തിലും അതേ മാധുര്യത്തിലും ഒരു സ്ത്രീ ശബ്ദത്തിന്റെ സൗന്ദര്യത്തോടെ വേദിയിൽ അവൻ ആലപിക്കുന്നത് കാണുമ്പോഴെല്ലാം എന്റെ ഹൃദയം പ്രാർത്ഥനയിലാകും. അവൻ പാട്ട് തുടങ്ങിയാൽ ഒരു പിഴവും സംഭവിക്കാതെ ആ ഗാനം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ സ്റ്റേജിന്റെ സൈഡിൽ നോക്കി നിൽക്കും. അവൻ പാടിത്തീർന്നതിന് ശേഷം പ്രേക്ഷകരുടെ നിറഞ്ഞ കൈയടി കേട്ടാലേ എന്റെ മനസ്സിന് ആശ്വാസമാകും. അതിനുശേഷമാണ് ഞാൻ കോസ്റ്റ്യൂം മാറാൻ പോലും പോകാറുള്ളത്. നവാസ് മരിച്ചിട്ട് 1 വർഷം തികയാൻ പോകുന്നു. ഓഗസ്റ്റ് 1-ന് 1 വർഷമാകും. ഇപ്പോഴിതാ ജാനകി അമ്മയും പോയിരിക്കുന്നു. ഇന്നിപ്പോൾ ജാനകി അമ്മ ഇല്ലെന്ന വാർത്ത വിശ്വസിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. വീട്ടിലെ ആരോ മരിച്ചതുപോലെ ഒരു ഫീൽ. ഈ ദുഃഖം എന്റേത് മാത്രമല്ല, സംഗീതത്തെ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും ദുഃഖമാണ്. സ്വന്തം വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മെ വിട്ടുപോയതുപോലുള്ള ഒരു ശൂന്യതയാണ് ഈ വേർപാട് സമ്മാനിക്കുന്നത്. ആ മഹാഗായികയ്ക്ക് എന്റെ 1000 പ്രണാമങ്ങൾ. അത്രയും വലിയ വ്യക്തിത്വമായിരുന്നു ജാനകി അമ്മ. അമ്മയ്ക്ക് ആദരാഞ്ജലിയായി അമ്മ ആലപിച്ച ഒരു ചെറിയ ഗാനം ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. ഇത് ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോയല്ല, എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. നവാസ് പാടാറുള്ള പാട്ടുകളിൽ നിന്ന് ഒരു പാട്ടെടുത്താണ് പാടുന്നത്. നവാസ് പാടുന്നത് പോലെ എനിക്ക് പാടാനാവില്ല. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഒരു ചെറിയ അഭ്യർത്ഥന മാത്രം. ഒരു നിമിഷം ജാനകി അമ്മയുടെ ആത്മശാന്തിക്കായും ആ ഗാനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് പാടിക്കൊണ്ടിരുന്ന എന്റെ അനുജൻ നവാസിനു വേണ്ടിയും ഒരു പ്രാർത്ഥന നടത്തുമല്ലോ. പ്രണാമം ജാനകി അമ്മേ. അമ്മയുടെ ശബ്ദം നിലയ്ക്കില്ല. അത് കാലങ്ങളോളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും എന്നുമാണ് നിയാസ് പറഞ്ഞത്. ഒപ്പം ജാനകി അമ്മയുടെ പ്രശസ്ത ഗാനങ്ങളിൽ ഒന്ന് നിയാസ് ആലപിക്കുകയും ചെയ്തിരുന്നു. നവാസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നിയാസിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകളെ ശാസിച്ചു നിർത്തിയാണ് നിയാസ് വീഡിയോ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1-ന് ഹൃദയാഘാതം മൂലമായിരുന്നു നവാസ് മരണപ്പെട്ടത്. നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന ചിത്രം അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയിരുന്നു. മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രത്തിലെ നവാസിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സംഗീത ലോകത്തെ നിരവധി പേർ എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മകൾ ശ്വേതാ മോഹനന്റെയും തന്റെയും വിജയങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിച്ചയാളാണ് എസ് ജാനകിയെന്ന് ഗായിക സുജാത പറഞ്ഞു. വാക്കുകൾ മൗനമാകുന്നു. ഗുരുവായി ഞങ്ങളുടെ കൈപിടിച്ച് നടത്തിയതിന്, വഴികാട്ടിയായി വെളിച്ചമായതിന്, സ്വപ്നങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതിന്, ഞങ്ങളുടെ വിജയങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിച്ചതിനും, ഞങ്ങളുടെ കണ്ണീരിൽ ചേർന്ന് നിന്നതിനും, ഞങ്ങളെ ശിഷ്യന്മാരായി മാത്രമല്ല സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ചതിനും, ഞങ്ങൾ പാടുന്ന ഓരോ സ്വരത്തിലും ഞങ്ങൾ നേടുന്ന ഓരോ വിജയത്തിലും അമ്മയുടെ സ്നേഹവും അനുഗ്രഹവും എന്നും ജീവിച്ചിരിക്കും. അമ്മയുടെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നികത്താനാകാത്ത ശൂന്യതയാണ്. കണ്ണീരിൽ കുതിർന്ന ഹൃദയത്തോടെ അമ്മയ്ക്ക് ഞങ്ങളുടെ അശ്രുപൂജയും പ്രണാമവും. സുജാത പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മലയാള സിനിമാ സംഗീതത്തിന്റെ രാജ്ഞി എന്റെ സ്വന്തം ജാനകി അമ്മയ്ക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമം എന്ന വാക്കുകളിലൂടെ MG ശ്രീകുമാറും അനുശോചനം അറിയിച്ചു. ഏതൊരു ശൈലിയും വളരെ അനായാസമായി നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാടുന്ന ഒരു ഗായിക കൂടിയായിരുന്നു എസ് ജാനകി. കുട്ടികളുടെ മുതൽ എല്ലാ വയസ്സിലുള്ള ആളുകളുടെയും ആൺപെൺ വ്യത്യാസമില്ലാതെ അനുകരിച്ചു പാടിയിരുന്ന അമ്മ മഹാ അത്ഭുതമെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അമ്മ പാടുന്ന ഓരോ സംഗതിയും ഈ ലോകത്തിൽ മറ്റൊരാൾക്കും പാടാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു ജന്മമാണ് അമ്മ.
കോടി വർഷങ്ങളിൽ ഒരു തവണ മാത്രം സംഭവിക്കുന്ന മഹാ അത്ഭുതമായിരുന്നു ജാനകിയമ്മ. സംഗീതത്തിന്റെ ഒരു യുഗം അമ്മയുടെ വേർപാടിലൂടെ അവസാനിക്കുകയാണ്. 20ഓളം ഭാഷകളിൽ അമ്മ പാടിയ ഓരോ പാട്ടും ഇനി വരും തലമുറയ്ക്ക് സംഗീത ഗവേഷണത്തിനുള്ള ഒരു ഉപാധിയാണ്. ഒരു പാട്ട് എങ്ങനെ പാടണം, എങ്ങനെ പാടിയാലാണത് നന്നാവുക എന്നുള്ളത് ഓരോ പാട്ടുകാരും ജാനകിയമ്മയെ കണ്ടുവേണം പഠിക്കാൻ എന്നുള്ളതിന് എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് അമ്മ തന്നിട്ടുള്ളത്. എത്ര പറഞ്ഞാലും എന്തൊക്കെയോ ഇനിയും പറയാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്ന ഒരു ഗായിക. ശാസ്ത്രീയമായി പഠിച്ചില്ലെങ്കിലും ഏതു രാഗവും എത്ര പ്രയാസമുള്ള സംഗതികളും ധൈര്യമായി അനായാസേന പാടാൻ കഴിവുള്ള ഒരേ ഒരു ഗായിക അത് ജാനകിയമ്മയാണ്. പകരം വെക്കാനില്ലാത്ത മഹാപ്രതിഭ നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മയുടെ ആത്മാവിന് മുന്നിൽ കണ്ണീരിൽ കുതിർന്ന പ്രണാമമെന്നായിരുന്നു സംഗീത സംവിധായകൻ ശരത് അനുശോചനം രേഖപ്പെടുത്തി കുറിച്ചത്. അമ്മയെപ്പോലെ താൻ സ്നേഹിക്കുന്ന ആളാണ് എസ് ജാനകി എന്നാണ് കൈതപ്രം പറഞ്ഞത്. ആ ശബ്ദത്തിന്റെ ഭക്തനാണ് ഞാൻ. വാഗ്ദേവിയുടെ കടാക്ഷമാണമ്മ. സംഗീതമൂർത്തിയാണ് അവർ. മഹാശുദ്ധിയുള്ള ശ്രുതിയാണ്. തൊണ്ടയിൽ തമ്പുരു വെച്ചതുപോലെ അപാരമായ ശ്രുതി. ലോകപ്രശസ്ത വയലിനിസ്റ്റ് MS ഗോപാലകൃഷ്ണൻ ഈണമിട്ട പാട്ട് അവർ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ഭുതകരമായാണ് പാടുന്നത്. അതിലെ സ്വരം ഒപ്പിയെടുത്ത് പാടുകയാണ്. എൻ്റെ ഒരു പാട്ട് അമ്മ പാടുന്നത് അടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന അമ്മയാണ്. സംഗീത ലോകത്തിന് വലിയ നഷ്ടമാണ്. ഞാൻ ആദ്യം കേട്ട എന്നെ അമ്മ ഞെട്ടിച്ച പാട്ട് ഉണരൂ എന്ന പാട്ടാണ്. അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ അമ്മ അനശ്വരമാക്കി. അവരുടെ കൂടെ പാടി ആർക്കും അഭിമാനിക്കാവുന്ന ഗാനങ്ങളാണ് അമ്മയുടെ പാട്ടുകളെന്ന് കൈതപ്രം പറഞ്ഞു. അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു എസ് ജാനകി. മൈസൂരിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ നിരവധി പേർ എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. പാട്ടിന്റെ അമ്മയ്ക്ക് പ്രണാമം. ഇത്രയും മധുരവും ഊർജ്ജസ്വലവും ആഹ്ലാദഭരിതവും സ്നേഹോഷ്മവുമായ മറ്റൊരു ശബ്ദം മലയാളികളുടെ ആത്മാവിൽ വേറെ ഏതാണുള്ളത്? ആ കണ്ഠത്തിന് വഴങ്ങാത്തതായി ഒന്നുമില്ല. ഭക്തി, പ്രണയം, പരിഭവം, ആഹ്ലാദം, അങ്ങനെ സമസ്ത ഭാവങ്ങളും ജാനകിയമ്മ മറ്റാർക്കും കഴിയാത്ത വിധം അനശ്വരമാക്കി. 6 പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണ്. 20ലധികം ഭാഷകളിലായി 1.5 ലക്ഷത്തോളം ഗാനങ്ങൾ എന്നത് വിശ്വസിക്കാൻ കഴിയുമോ? അതാണ് എസ് ജാനകി. സംഗീത സംവിധായകൻ മനസ്സിൽ കാണുന്നതിനപ്പുറമാണ് എസ് ജാനകി തിരികെ കൊടുത്തത്. അങ്ങനെയാണ് ആ ശബ്ദം മലയാളിയുടെ ഹൃദയത്തെ കീഴടക്കിയത്. ഒരു ഗായിക എന്നതിനപ്പുറം എസ് ജാനകി നമ്മുടെ കുടുംബാംഗമായത് ആ ശബ്ദം നൽകിയ സ്നേഹവാത്സല്യങ്ങളിലൂടെയാണ്. കാലത്തെ അതിജീവിക്കുന്ന അമൂല്യ സമ്പത്താണ് ജാനകി അമ്മയുടെ ഗാനങ്ങൾ. എസ് ജാനകിയുടെ ഒരു വരി ഓർക്കാത്ത ദിവസം മലയാളികൾക്കില്ല. തലമുറകളുടെ ഹൃദയം കവർന്ന ശബ്ദം. തെന്നിന്ത്യയുടെ വാനമ്പാടി എന്ന വിശേഷണത്തിനും അപ്പുറത്താണ് എസ് ജാനകി ഇന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ. ജാനകി അമ്മയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായിക. എത്രയെത്ര മധുര ഗാനങ്ങൾ. സങ്കടത്തിലും സന്തോഷത്തിലും വിരഹത്തിലും പ്രണയത്തിലും മലയാളികളുടെ ശബ്ദവും വികാരവും വിചാരവും നിർണയിച്ച മഹാസ്വരത്തിന് നന്ദി. പ്രണാമം എന്നായിരുന്നു VD സതീശന്റെ കുറിപ്പ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.